ഇസ്ലാമിനെതിരെ നിരന്തരമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പ്രവണത അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതലേ ഇത്തരത്തിൽ ആ സമയം മുതലേ വിമർശനങ്ങളൊക്കെ ആളുകൾ ഉന്നയിച്ചിരുന്നു. പക്ഷെ ആളുകളിങ്ങനെ വിമർശനം ഉന്നയിക്കുന്നതല്ലാതെ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി, അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നോക്കുന്നതല്ലാതെ ആ ഇസ്ലാമിനെ ഒരു ചുക്കും ചെയ്യാൻ ഇതുവരെയും കടന്നു പോയിട്ടുള്ള പല ആളുകൾക്കും സാധിച്ചിട്ടില്ല. നേരെ മറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാം അതിവേഗത്തിൽ വളരുന്ന, ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം ആളുകൾ തിരിച്ചറിയുന്ന ഒരു കാഴ്ചയാണ്. പച്ചനുണകളും വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച എത്രയോ ആളുകൾ കടന്നുപോയി. അത് ഈ കാലഘട്ടത്തിലും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം, ആരിഫ് ഹുസൈനൊക്കെ തലകുത്തി നിന്നുകൊണ്ടാണ് ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവൻ്റെ പഠിച്ച 18 അടവും അവൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ പമ്പര വെട്ടി മനസ്സിലാക്കുന്നില്ല, ഈ ഇട്ടാവട്ടത്ത് കേരളത്തിൽ കിടന്ന് ഇവിടെ ഇസ്ലാമിക വിമർശനം ഉന്നയിച്ചത് കൊണ്ടൊന്നും ഈ ലോകത്ത് പടർന്നു പന്തലിക്കുന്ന ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് ആ വീട്ടി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ആരിഫ് ഹുസൈനെ പിൻപറ്റിക്കൊണ്ട് കുറേ എണ്ണം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു യുവതി, നാദിയ ഖദർ എന്ന് പറയുന്ന ഒരു യുവതി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെതിരെ പ്രതികരിക്കുന്ന ചില കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും കൂടുതലും വീഡിയോകൾ ചെയ്തിരിക്കുന്നത് ഉസ്താദുമാർക്കെതിരെയും ഇസ്ലാമിനെതിരെയും ഒക്കെയാണ്. ആദ്യം തലയിൽ തുണിയൊന്നും ഇല്ലായിരുന്നു, ഔറത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ പയ്യെ അതൊക്കെ മാറി ഇപ്പോൾ തലയിലൊരു മഞ്ഞ തട്ടമൊക്കെ ഇട്ടിട്ടാണ് വീഡിയോകളൊക്കെ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു വസ്ത്രമൊക്കെ ധരിച്ച്, എല്ലാ ഔറത്തൊക്കെ മറിച്ച് തലയിൽ തുണിയൊക്കെ ധരിച്ചിരിക്കുന്ന ആ സ്ത്രീയുടെ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിമുകളായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നത് അവർ നല്ല ഈമാനുള്ള അല്ലെങ്കിൽ നല്ല ഇസ്ലാമിനെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയ ഒരു താത്തയാണെന്നൊക്കെയാണ്. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഖുർആൻ ആയത്തൊക്കെ ഓതാറുമുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളെ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകളെ തന്നെ വഴിതെറ്റിക്കാൻ ഇത്തരം ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇസ്ലാമിനെ വിമർശിക്കരുത് എന്ന് ആരും പറയുന്നില്ല. നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷെ അത് മാന്യമായ രീതിയിൽ സഭ്യമായ ഭാഷയിൽ മാത്രമായിരിക്കണമെന്ന് മാത്രം. ഒരു മതത്തിൽ വിശ്വസിക്കാനും ആ മതവിശ്വാസങ്ങൾ പഠിപ്പിക്കാനും ആ മതവിശ്വാസങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനും അവകാശമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിമർശിക്കാനുമുള്ള അവകാശമുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു ഇസ്ലാമിക വിമർശനം എന്ന് പറയുന്നത് അതൊരു വിമർശനമായി പറയാൻ കഴിയില്ല. ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇസ്ലാം എന്തോ വലിയൊരു തീവ്രവാദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭീകരവാദത്തിൻ്റെ ഒരു മതമാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ പല ആളുകളും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. ഒരു വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകണം. അല്ലെങ്കിൽ പറയുന്ന വിമർശനങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, അതിലെന്തെങ്കിലും ലോജിക്കുണ്ടോ എന്നെങ്കിലും ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ ഇത്തരം ആളുകളെ സംബന്ധിച്ച് അതിൻ്റെ ലോജിക്കോ മറ്റോ ഒന്നും ഇവർ നോക്കാറേയില്ല. വായിൽ തോന്നുന്നത് അങ്ങ് വിളിച്ച് പറയുകയാണ്. ഞാനിത് പറയാൻ കാരണം, ഈ നാദിയ ഖദർ എന്ന് പറയുന്ന, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ആ സ്ത്രീയുടെ ഒരു വീഡിയോ ഞാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണാനിടയായി. ഇസ്ലാമിൽ പെണ്ണുങ്ങൾക്ക് അപ്പി ഇടാനായിട്ടുള്ള അവകാശം ഉണ്ടോ? അല്ലെങ്കിൽ ഈ അപ്പി ഇടാൻ മുട്ടുമ്പോൾ ആരെങ്കിലും അനുവാദത്തിൽ കാത്തു നിൽക്കണോ? അവർ അനുവാദം തന്നാൽ മാത്രമേ അപ്പി ഇടാൻ പോകാൻ പറ്റത്തുള്ളൂ. ഈ വിഷയങ്ങൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ളത്, പൂക്കളം റിലേറ്റഡ് ആയിട്ടുള്ളത്, ഈ വിഷയങ്ങളൊക്കെ എത്രയോ നാളുകളായിട്ട് നിങ്ങൾ ഈ ഓണത്തിന്റെ സീസൺ ആകുമ്പോഴേക്കും ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് പല ആളുകളും ഇതിനെതിരെ പ്രതികരിച്ച് വന്നിട്ടും, മുസ്ലിങ്ങൾ തന്നെ വന്നിട്ട് ഞങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല, ഞങ്ങൾ ഓണം ആഘോഷിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രതികരിച്ച് വന്നിട്ടും നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ ഹൈത്തമി ഉസ്താദിന്റെ ഈ 2 ദിവസം മുന്നേ ഉള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പെടുത്തൊന്ന് വായിച്ചു നോക്കണം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്തിനാണ് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്നിട്ട് മതം പഠിപ്പിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരമായി ചർച്ചയ്ക്ക് വരുമ്പോഴേക്കും ആളുകളുടെ മുന്നിൽ നിങ്ങൾ മതവും അതുപോലെ തന്നെ ആളുകളും ചോദ്യം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പോരാത്തതിന് വേറൊരു കാര്യം പറയാനായിട്ട്, 10-20 വർഷങ്ങൾക്ക് മുന്നേ ഈ എന്താ പറയുന്ന വേഷത്തില്, മുസ്ലിം സ്ത്രീകളുടെ വേഷത്തില് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സാധാരണ നോർമൽ രീതിയിൽ. പക്ഷേ ഇപ്പം കാണുമ്പോൾ ഒരുമാതിരി അഫ്ഗാനിസ്ഥാനിൽ ആളുകൾ ഇറങ്ങി നടക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് സ്ത്രീകൾ വരെ മാറുമ്പോൾ തീർച്ചയായിട്ടും അന്യമതത്തിലുള്ള ആളുകൾ, ക്രിസ്ത്യാനികൾക്കായിക്കോട്ടെ, ഹിന്ദുക്കൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ മതമില്ലാത്തവർക്കായിക്കോട്ടെ, അവരിൽ ഒരു ഭയം നിങ്ങൾ അറിഞ്ഞോ അറിയാതെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരും എന്താവും, തീവ്ര ആശയത്തിലേക്ക് അവരും പോകും. കാരണം ഇവരെ ഭയക്കേണ്ടതുണ്ട് എന്ന് ഒരു തോന്നൽ നിങ്ങളായിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇമാതിരിയുള്ള വീഡിയോയിൽ അല്ലെങ്കിൽ വേഷത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോഴേക്കും അവർ നിങ്ങൾ ഒരു കണക്കിന് ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരും എന്താ പറയുക, തീവ്രമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഇസ്ലാം എന്തോ തീവ്രമായിട്ടുള്ള ഒരു സംഭവമാണ്, ആശയമാണുള്ളത് എന്ന് വിചാരിച്ചിട്ട് അവരും അവരുടെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ എന്താവും, വർഗീയതയാണ് ഉണ്ടാവുന്നത്. അതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു ബോധവും വിവരവും നിങ്ങൾക്ക് വേണം. എനിക്ക് വയലാറിന്റെ ഒരു കവിതയുണ്ട്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. മനുഷ്യന്റെ അസ്തിത്വം, മനുഷ്യന്റെ സ്വാതന്ത്ര്യം, മനുഷ്യന്റെ ഇച്ഛാശക്തി, ഇതൊക്കെയാണ് വയലാർ അവിടെ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇനി നാളെ വന്നിട്ട് പറയുന്നത്, മക്കളെ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് വയലാർ അവിടെ ഒരു കവിത എഴുതിയിരിക്കുന്നു, അശ്വമേധം എഴുതിയിരിക്കുന്നു, ഇനിമേൽ അശ്വമേധം വായിക്കുന്നതും അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഹറാമാണ്. ഇടയ്ക്ക് ഈ ഖുർആനും ഹദീസും മാത്രമല്ല നോക്കേണ്ടത്, ഇതുപോലുള്ള കുറെ വായിക്കാനുള്ള ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട്. അതൊക്കെ വായിച്ചു നോക്കുമ്പോൾ മനുഷ്യന്മാർ ആരാണ്, മതം എന്താണ് ശരിക്കും മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ മനസ്സിലാവും കേട്ടോ. താങ്ക് യു സോ മച്ച്. കണ്ടില്ലേ, ഇതാണ് ഈ വിറ്റകളുടെ അവസ്ഥ. ഇതിൽ ആ സ്ത്രീ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യം കേട്ടോ, അതായത് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അപ്പിയിടാനുള്ള അവകാശമെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ വാക്കുകളിൽ നിന്നും അതൊരു ഇസ്ലാമിക വിമർശനമല്ല, നേരെ മറിച്ച് ഇസ്ലാമിനോടുള്ള വെറുപ്പ്
അതാണ് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്നറിയില്ല. നോക്കൂ, 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അന്ന് പെൺകുഞ്ഞുങ്ങൾ പിറക്കുന്നത് അപമാനമായി കണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത്തരത്തിൽ അപമാനഭാരം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയിരുന്നൊരു കാലഘട്ടം, ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലേക്കാണ് പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. പിന്നീട് അത്തരം ആ നിഷ്ക്രൂരമായിട്ടുള്ള അനാചാരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ ഇല്ലാതാക്കി എന്നുള്ളതാണ്. നേരെ മറിച്ച് പെൺകുഞ്ഞുങ്ങളെ അവരെ വളർത്തി വലുതാക്കി അവരെ നല്ല നിലയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം ഉറപ്പ് നൽകുമെന്നും പ്രവാചകൻ പഠിപ്പിച്ചു. ഇതാണ് ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന മനോഹരമായ ആ ഒരു മഹത്വം. ആൺപെൺ വ്യത്യാസമില്ലാതെ, അതിപ്പോൾ വിദ്യാഭ്യാസത്തിനായിരുന്നാലും ശരി, അവകാശങ്ങൾക്കായിരുന്നാലും ശരി, എല്ലാ കാര്യത്തിലും തുല്യമായ അവകാശം നൽകിയ മതമാണ് ഇസ്ലാം. ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ അവളെ വിവാഹം ചെയ്യിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒരു മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അത്തരത്തിൽ പെൺകുട്ടികളെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്ര അത്രയും വലിയ മഹത്വം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രയോ മുസ്ലിം സ്ത്രീകൾ അവർ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ എത്രയോ നല്ല നിലയിലേക്ക് എത്തിയിട്ടുണ്ട്, വലിയ വലിയ ഉന്നതമായ പദവികളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു താത്ത ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അപ്പിയിടാനുള്ള അവകാശമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ഏതായാലും ഈ ഒരു സംഭവത്തിന് ശേഷം ഈ താത്താക്ക് ഒരു പുതിയ പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പിത്താത്ത എന്നാണ് പേര്. ഇതിനകത്ത് പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ അപ്പിത്താത്താക്ക് ഒരു മനോഹരമായൊരു മറുപടി 2 കുട്ടികൾ നൽകി. ആ 2 പിള്ളേർ ചേർന്നുകൊണ്ട് ആ താത്തായെ കണ്ടം വഴി ഓടിച്ചു. ആ വീഡിയോ ഒന്ന് കാണാം. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇസ്ലാമിലെ പെണ്ണുങ്ങൾക്ക് അപ്പിയിടാനായിട്ടുള്ള അവകാശമുണ്ടോ? എനിക്കപ്പേ തോന്നി എന്തേലും അപ്ലിക്കേഷൻ പറഞ്ഞ പോലെ ഉണ്ടോ? അല്ലെങ്കിൽ ഈ അപ്പിയിടാൻ മുട്ടുമ്പോൾ ആരുടെങ്കിലും അനുവാദത്തിന് കാത്തു നിൽക്കണോ? അവർ അനുവാദം തന്നാൽ മാത്രമേ അപ്പിയിടാൻ പോകാൻ പറ്റത്തുള്ളൂ. ഇസ്ലാമിൽ അങ്ങനെയൊന്നും കണ്ടില്ല. ആൾക്ക് എപ്പോഴാ മുട്ടിന്റെ ചെയ്ത് പോയാണ്ട് ഇരുന്നോടി. ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടിയത് ആൾക്കാരാ. അതേതാ മുട്ടെടുത്താൽ എടുക്കാൻ കഴിയൂല. നിങ്ങൾ ഹൈത്തമി ഉസ്താദിന്റെ ഈ 2 ദിവസം മുന്നേ ഉള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പെടുത്തൊന്ന് വായിച്ചു നോക്കണം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്തിനാണ് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്നിട്ട് മതം പഠിപ്പിക്കുന്നതെന്നാണ്. സോഷ്യൽ മീഡിയ തുറന്ന ഫുൾ അപ്ലിക്കേഷനാണ് ഇപ്പൊ മതം പറഞ്ഞാണ്ട് എത്തപ്പോ കാട്ടില്ല. എന്ത് കാര്യം വന്നാരാവില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. പടച്ചം പറക്കുമ്പോ എല്ലാവർക്കും തലച്ചോറ് കൊടുക്കും. ചോറ കിട്ടിക്കണത് ഇതും കിട്ടിയില്ല. പൊരിച്ചോറ് കിട്ടി. തീർച്ചയായിട്ടും അന്യമതത്തിലുള്ള ആളുകൾ, ക്രിസ്ത്യാനികൾക്കായിക്കോട്ടെ, ഹിന്ദുക്കൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി മതമില്ലാത്തവർക്കായിക്കോട്ടെ, അവരിൽ ഒരു ഭയം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ആരാടി ഇവിടെ മതം പറഞ്ഞത്? അന്യമതം. ആരാ മതം ഉണ്ടാക്കിയത്? കാള ഇബ്ലീസ്. വർഗീയത പറയാന്ന് ഓളാ പറഞ്ഞത്. ഇപ്പൊ ആരാ വർഗീയത പറയുന്നത്? അന്യമതാണ്. ഇടയ്ക്കൊക്കെ ഈ ഖുറാനും ഹദീസും മാത്രമല്ല നോക്കേണ്ടത്, ഇതുപോലുള്ള കുറെ വായിക്കാനുള്ള ഒരുപാട് നല്ല പുസ്തകങ്ങളുണ്ട്. അതിനിപ്പോ എന്നോട് ആരും പറഞ്ഞില്ലേ ഖുർആൻ ഹദീസ് മാത്രം നോക്കാൻ? അല്ല ബാലരമൊക്കെ പോയി വായിച്ചോ? അതിലുണ്ടാവും കുറുക്കൻ അപ്പിട്ട കാര്യം അപ്പിക്കേറ്റ് എടുക്കുള്ളൂ. കണ്ടില്ലേ, പിള്ളേർ വരെ എടുത്തിട്ട് അലക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കേണ്ട എന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ വിമർശിച്ചോളൂ. പക്ഷേ വിമർശിക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും ലോജിക്കുണ്ടോ എന്നെങ്കിലും ചിന്തിക്കാനുള്ള സാമാന്യമായ ബോധമെങ്കിലും ഉണ്ടാകണം.